പ്രിയമുള്ളവരെ, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും ജനാധിപത്യ വിശ്വാസികളെയും അങ്ങേയറ്റം ആശങ്കയിലാഴ്ത്തുന്ന നയങ്ങളും നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര BJP സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ സമ്പൂർണമായ കച്ചവടവൽക്കരണവും കാവ്യവൽക്കരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഓരോ നയങ്ങളും ഒന്നൊന്നായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷ ഡിഗ്രി നടപ്പിലാക്കിക്കൊണ്ട് നമ്മളുടെ കോളേജുകളിൽ, സർവകലാശാലകളിൽ വളരെ വലിയ ഫീസ് വർധനവ് വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശമായ ബസ് കൺസെഷൻ അത് വർദ്ധിപ്പിക്കണമെന്ന അവരുടെ ആവശ്യത്തിന് അനുകൂലമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഫണ്ടിങ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് പോലും ഫണ്ട് തികയാതെ നമ്മളുടെ അധ്യാപകരും രക്ഷകർത്താക്കളും ഇന്ന് വളരെ വലിയ കടക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകളിൽ തികച്ചും അശാസ്ത്രീയമായ സമയ വർധനവ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള സമയം ഇന്ന് ലഭ്യമാകുന്നില്ല. കോളേജുകളിൽ നടപ്പിലാക്കി പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ എതിർക്കുന്ന ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സമ്പ്രദായം ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലും കൂടെ നടപ്പിലാക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയകൾ നമ്മളെ വിദ്യാർത്ഥികളെ, യുവതലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സെക്സ് റാക്കറ്റുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ വളർന്നു വരേണ്ടുന്നതാണ്. ഭാവി തലമുറയുടെ വാഗ്ദാനമായ പൗരന്മാരെ വാർത്തെടുക്കുന്ന മഹത്തായ വിദ്യാഭ്യാസം എന്ന ഈ പ്രക്രിയ അത് ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നാം എല്ലാവരും ഒറ്റക്കെട്ടായി സമരരംഗത്ത് അണിനിരക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് AIDSO, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ 10 ലക്ഷം ഒപ്പ് ശേഖരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ്. ഈ ഒപ്പുശേഖരണ പരിപാടിയിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാനുള്ള അതിശക്തമായ പോരാട്ടത്തിന്റെ പാതയിൽ അണിചേരണമെന്ന് ഏവരോടും ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.